ഹലോ, വെൽക്കം ടു ഫൺ Media. മീഡിയ. അപ്പോൾ അന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു കലാകാരിയാണ്, പാട്ടുകാരിയാണ്, ഡാൻസറാണ്. അപ്പോൾ നമുക്ക് എന്ത് ചിരിക്കണ്? അപ്പോൾ നമുക്ക് ജനുവിൻ്റെ നല്ലൊരു പാട്ട് അല്ല, നിൻ്റെ പാട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ കേൾക്കണ്ട്. ഏതാ പറയാ? മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. ചലിക്കുവാനാവാതെ നാം കിടക്കും, ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും, ചിരിക്കുകയായെങ്കിൽ നാം ജയിക്കും. അങ്ങനെ തന്നെ വരികയാണ്, കറക്റ്റ് ഓർമ്മല്ല. അടുത്തത് ജനുവിൻ്റെ നല്ലൊരു അടിപൊളി ഗാനം കേൾക്കാം. മലയാളം സോങ് അത്ര കിട്ടില്ല. ഓക്കെ, ദിസ് ഈസ് നോട്ട് എ മലയാളം സോങ്. യെസ്. बारिश की बोली समझता नहीं था, किस हवाओं में मैं यूं उलझता नहीं था. हसीने में दिल भी कहा थी मुझे ये खबर, क्या हाल हो गया है ये मेरा, कि मेरी हर जगह ढूंढे तुझे बेवजह. ये मैं हूँ या कोई यार है मेरी तरह, कैसे हुआ तो इतना ज़रूरी, कैसे हुआ तो इतना ज़रूरी, कैसे हुआ. വാവ്, അടിപൊളി അടിപൊളി, സൂപ്പർ, ഗുഡ് ഗുഡ്, നന്നായി പാടി. ഇത് ഏതാണ്? ഏത്? കബീർ സിംഗ്. കബീർ സിംഗ്. നല്ല വരികൾ, നല്ല. My favorite. ഇനി ഇടയ്ക്ക് പാടല്ല മലയാള സോങ് രണ്ട്. ഏതാണ്? ജൂപ്പിറ്റർ. യെസ്. ഓക്കെ, നമുക്ക് ജനു നല്ലൊരു മലയാള ഗാനം പാടിത്തരുന്നതാണ്. റെഡി? യെസ്. ഓക്കെ. ജൂപ്പിറ്റർ മഴ നനയും, ചന്ദ്രനെ നോക്കിയിരിക്കാം, ചൊവ്വയിലൊരു മാളിക കെട്ടാം, നിനക്കായി ഞാൻ. തിരികെ വരുമോ നീ ഇന്നരികെ അലയുവാൻ, ഇനിയും ഉണരുമോ സ്വർഗങ്ങൾ താണ്ടി നീ. ഓർക്കുന്നു വഴിയരികിൽ മഴ തോറും നേരത്തായി, മിഴി നിറഞ്ഞരികെ നിന്നു മുറിവേറ്റ ശലഭം നീ. നിറം നേരാൻ ഞാനരികെ, തുണയേകാൻ ഞാനരികെ, ഇന്നോ ഞാനകലെ പരലോകം കാണാൻ നീങ്ങുന്നേ. കരയാൻ വയ്യ, നിന്നെ പിരിയാൻ വയ്യ, വിധിയില്ലാവരനായി അകലുന്നു ഞാൻ. വാർക്കാമായ ലോകത്ത് കനവെല്ലാം കനിയും ലോകത്ത്, കഴിയാം അലയാം വാഴും വധുവായി. ജൂപ്പിറ്റർ മഴ നനയും, ചന്ദ്രനെ നോക്കിയിരിക്കാം, ചൊവ്വേനൊരു മാളിക കെട്ടാം, നിനക്കായി ഞാൻ. തിരികെ വരുമോ നീ ഇന്നരികെ അലയുവാൻ, ഇനിയും ഉണരുമോ സ്വർഗങ്ങൾ താണ്ടി നീ. വാവ്, സൂപ്പർ സൂപ്പർ.
അപ്പോൾ സെനുവിൻ്റെ പാട്ടും കേട്ടു. ഇത് സെനു ഇപ്പോൾ ക്ലാസ്സിലേക്ക് സ്കൂളൊക്കെ ഇപ്പോൾ അടിപൊളി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ഒരു ഡെയിലി റൊട്ടീൻ എങ്ങനെയാണ്? എത്ര മണിക്ക് എണീക്കും, എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞാൽ? എണീക്കൽ യൂഷ്വലി 5 o'clock എണീക്കും. ബട്ട് ദെൻ ചില സമയത്ത് 5:30, 6 o'clock ഒക്കെ ആവും. അത് നൈറ്റ് ഉറങ്ങാൻ ലേറ്റ് ആവുന്നതനുസരിച്ച്. സ്കൂളിൽ പോകുമ്പോൾ അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല. തിരക്കിട്ടിട്ട് സ്കൂളിൽ ഇതുവരെ പോയിട്ടില്ല. ഒരിക്കലും അങ്ങനെ പോയിട്ടുണ്ടാവും, പക്ഷെ എന്നാലും കറക്റ്റ് ടൈമിന് എല്ലാതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബാംഗ്ലൂർ ബ്ലോക്കിൻ്റെ ഇടയിലൊക്കെ അത് ട്രാഫിക്. അത് രാവിലെ സ്കൂളിൽ കഴിയാനായി. 2 more questions. ഓക്കെ, അപ്പോൾ ട്രാഫിക് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു 7:35 ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങും ബസ്. പിന്നെ ട്രാഫിക് ഒക്കെ ആകുമ്പോൾ യൂഷ്വലി സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 8:30 സ്റ്റുഡൻസ് 8:25 ആകുമ്പോഴേക്കും ക്ലാസ്സിൽ സ്കൂളിൽ എൻ്റർ ചെയ്യണമെന്നാണ് റൂള്. 8:25. അപ്പോൾ എന്നിട്ട് ബസ് സ്റ്റുഡൻസിന് എക്സംഷൻ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഞങ്ങൾക്ക് ടൈം ഉണ്ടാവും. അപ്പോൾ പിന്നെ ക്ലാസ് തുടങ്ങും. ക്ലാസ് തുടങ്ങുന്നതൊരു തന്നെയാണ്. ഞങ്ങൾക്ക് ഫസ്റ്റ് ഒരു 10 minutes CTP ഉണ്ട്, ക്ലാസ് ടീച്ചർ പീരീഡ്. അപ്പോൾ രാവിലെ തന്നെ ക്ലാസ് ടീച്ചർ വരും. ഞങ്ങൾ ദിവസം എങ്ങനെ ഇന്നലത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. എന്നിട്ട് ഇന്ന് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. കുറച്ച് പ്ലാനിങ് ഞങ്ങൾ തന്നെ ഒരുക്കി വെക്കും. അതിനനുസരിച്ചിട്ട് ക്ലാസ്സിൽ വർക്ക് ചെയ്യും. മോസ്റ്റ്ലി ഞങ്ങൾ ടീം വർക്കിൽ ഫോക്കസ് ചെയ്യുന്ന ഞങ്ങളെ ബാച്ച് ടീം വർക്കിന് വേണ്ടിയിട്ട് ഭയങ്കര ഫേമസ് ആണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ടീം വർക്ക് ആയിട്ടാണ് ചെയ്യുക. അപ്പോൾ ചില ക്ലാസ്സസ് നല്ലപോലെ പോകും. ചില ക്ലാസ്സസ് ഒന്നെങ്കിൽ ഞങ്ങൾ സ്റ്റുഡൻസ് അത് രസമില്ലാണ്ടാക്കും, രസമാക്കും പക്ഷെ പഠിക്കൂല. ചിലപ്പം ടീച്ചർ പഠിപ്പിക്കൂല, ഞങ്ങൾ വെറുതെ കളിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ കൗൺസിൽ മെമ്പേഴ്സ്, പിന്നെ കോയർ സ്റ്റുഡൻസ്, ഡാൻസ് സ്റ്റുഡൻസിനൊക്കെ ചില സമയത്ത് പ്രാക്ടീസ് ഉണ്ടാവും. അപ്പം ഞങ്ങൾക്ക് അതിന് പോകേണ്ടി വരും. എന്നാലും സ്റ്റഡീസൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പോകുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ബാലൻസിങ് പറ്റുന്നുണ്ട്. പക്ഷേ എക്സാംസ് വരുമ്പോൾ കറക്ഷൻ ബോർഡിൻ്റെ രീതിയിൽ തന്നെ ആയതുകൊണ്ട് ഒരു കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ട് എന്നുള്ളൂ. അത് വർക്ക് ചെയ്താൽ വർക്കാവുമെന്ന് തോന്നുന്നുണ്ട്. ആൻഡ് വി വിൽ ഡു അവർ ബെസ്റ്റ് ഇൻഷാല്ലാ. അപ്പോൾ ഇനി പിന്നെ ഇപ്പോൾ ഞങ്ങൾ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയി. സ്കൂളിൻ്റെ അക്കാഡമിക് ഇയർ മൊത്തത്തിൽ കഴിഞ്ഞു. ഇനി പഠിക്കേണ്ട ടൈമാണ്. ഇനി മൊത്തത്തിൽ കഴിഞ്ഞു. ഇനി ഇന്ന് തൊട്ട് ആക്ച്വലി ഞങ്ങൾക്ക് 2 periods a day, only 2 periods ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് 2:30, 3:30. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് സാധാരണ 8:45 തുടങ്ങിയപ്പോഴും അവസാനിക്കുക 3 o'clock. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഞങ്ങൾക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് ലേറ്റ് ആയിട്ടായിരിക്കും ക്ലാസ് വിടാം. പിന്നെ സാറ്റർഡേസ് എക്സ്ട്രാ ക്ലാസ്സസ് ഉണ്ടാവും. ചില സമയത്ത് 12 o'clock വിടും, ചില സമയത്ത് 3 o'clock. അല്ലെങ്കിൽ ഇനി മുതൽ 5 o'clock വരെ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞങ്ങൾ പെർഫോമൻസിനനുസരിച്ചിട്ടായിരിക്കും ടൈമിങ്സ് മാറ്റുക. അപ്പോൾ ഇനി ബോർഡ്സ് പ്രീ ബോർഡ്സ് ആണ്. ഇപ്പോൾ നവംബർ, ഡിസംബർ, ജാൻ ഈ 3 മാസം ഹെക്ടിക് ആയിരിക്കും. ഇനി ഈ പ്രീ ബോർഡ്സ് കഴിഞ്ഞിട്ട് ഒരു 1 month 2 month ഗ്യാപ്പ് ഉണ്ടാവും മോസ്റ്റ്ലി. ആൻഡ് ദെൻ ഞങ്ങൾ ഫൈനൽ ബോർഡ് എക്സാം ആണ്. പെട്ടെന്ന് വർഷം കഴിഞ്ഞു. അതേപോലെ പിന്നെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? എൻ്റെ ക്ലാസ്സിൽ ഞാൻ അടക്കൊരു 23 ഉണ്ടാവും. ലേഡീസ് മിക്സ് ആണും പെണ്ണും 23. രണ്ടും കൂട്ടിയിട്ട് 23 ആണ്. 23 years. അങ്ങനെ 3 മണിക്ക് ശേഷം ക്ലാസ് വിടും. വീട്ടിലെത്തുമ്പോൾ ഒരു 3:45 ഒക്കെ ആവും. 3:45 ആവും. പിന്നെ അവിടെ അങ്ങോട്ട് കുളിച്ച് നിസ്കരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ആകുമ്പോഴേക്കും ഒരു 4 o'clock 4:20 ആവും. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങും ട്യൂഷനിലോട്ട് നടക്കാൻ. ട്യൂഷൻ ഇവിടെ തൊട്ടടുത്താണ്, 5 to 8 ആക്കിയില്ലേ? ട്യൂഷൻ എത്ര മണി വരെ? 5 to 8 മണിക്ക് ട്യൂഷൻ വിട്ട് പപ്പ വിളിക്കാൻ വരും. ആൻഡ് ദെൻ പിന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇനി അതിന് ശേഷം ഒരു 8:30 8:40 ഒക്കെ ആവും. എന്നിട്ട് ഭക്ഷണം കഴിക്കും, നിസ്കരിക്കും ഫസ്റ്റ്. എന്നിട്ട് ഭക്ഷണം കഴിക്കും. കുറച്ച് സമയം ഉണ്ടാവും. ആ സമയത്ത് എന്തെങ്കിലും ഹോംവർക്കോ പ്രൊജക്റ്റോ പഠിക്കാനോ ഉണ്ടെങ്കിൽ അത് ചെയ്യും. അല്ലെങ്കിൽ കുറച്ച് നേരത്തിന് മീ ടൈം ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഉള്ള ടൈം ആയിരിക്കും. അപ്പോൾ
ആ ഒരു ഫ്രീ ടൈം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആക്ച്വലി രാത്രി ഇരുന്ന് പഠിക്കാനായിരിക്കും പ്രിഫർ ചെയ്യുക. അതെ, ഇപ്പോൾ മോർണിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുന്ന് പഠിക്കുന്നത് എൻ്റെ തല കയറില്ല, ഉറക്കം വരും, ലേസിയാണ്. രാത്രി ഇരുന്ന് പഠിക്കുമ്പോൾ നല്ലോണം പഠിക്കാൻ പറ്റും. പക്ഷേ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വന്ന് രാത്രി ആരെങ്കിലൊക്കെ അടുത്ത് കുറച്ച് നേരത്തിന് അറ്റ്ലീസ്റ്റ് ഒരാളില്ലെങ്കിൽ പെട്ടെന്ന് ഉറങ്ങിപ്പോവും. അങ്ങനെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഉമ്മിനെ ഫോഴ്സ്ഫുള്ളി ഒരു സ്ഥലത്തോട്ട് ഇരുത്തും. അപ്പോൾ അങ്ങനെ വൈകുന്നേരം 9 മണിക്ക് ശേഷം ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം പഠിക്കും, എന്നിട്ട് ഉറങ്ങൂലേ. അങ്ങനെയാണ് ഒരു ദിവസം. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്കൊരു അവസാന പാട്ട് പാടി നമുക്ക് ഈ പരിപാടി കൂടെ അവസാനിപ്പിക്കാം. ഓക്കെ, ജനുണ്ട് ഗാന കേൾക്കാം. മലയാളമാണോ? ഓക്കെ. മലയാളം പെട്ടെന്ന് പറയുമ്പോൾ എനിക്ക് വായിൽ കിട്ടില്ല. ആ പാട്ട് പിന്നെ ഞാൻ എപ്പോഴും പാടുന്നോണ്ട് യെസ്, അതല്ല. ഓക്കെ. शायद कभी न कह सकूं मैं तुमको, कहे बिना समझ लो तुम शायद मेरे ख्याल में तुम एक दिन मिलो मुझे कहीं पे गुम, शायद जो तुम न हो रहेंगे हम नहीं, जो तुम न हो तो हम भी हम नहीं। न चाहिए कुछ तुमसे ज़्यादा तुमसे कम नहीं, जो तुम न हो तो हम भी हम नहीं, जो तुम न हो तो हम भी हम नहीं। न चाहिए कुछ तुमसे ज़्यादा तुमसे कम नहीं. ഓക്കെ, അടിപൊളി അടിപൊളി. താങ്ക് യു. അപ്പോൾ എന്തായാലും വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി പഠിച്ച് വലിയ ഉയരങ്ങളിലേക്ക് എത്തുക. ഓക്കെ, അപ്പോൾ അടുത്ത വീണ്ടും ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യാൻ വരും. ഓക്കെ, അതുവരെയും ടാറ്റാ, സീ യു.